നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി മൂന്നാറിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. ഗുണ്ടുമല എസ്റ്റേറ്റ്, മാട്ടുപ്പെട്ടി ഹൈറേഞ്ച് സ്കൂളിന് സമീപം എന്നിവിടങ്ങളിലാണ് നിരീക്ഷണത്തിനായി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത്. ഇടുക്കി ശാന്തമ്പാറ ശങ്കരപാണ്ഡ്യൻമെട്ടിലെ അനധികൃത നിർമ്മാണത്തിൽ നടപടി ആവശ്യപ്പെട്ട പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകി. ജനാധിപത്യ സംവിധാനം അനുസരിച്ച് ഭരണാധികാരികൾ പ്രവർത്തിക്കണം, അതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് ഉടുമ്പൻചോല MLA MM മണി. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് MM മണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് കുറ്റവിചാരണ വാഹന പ്രചരണ ജാഥയുമായി കോൺഗ്രസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും കെടുകാര്യസ്ഥതയ്ക്ക് എതിരെയാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി മൂന്നാറിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. ഗുണ്ടുമല എസ്റ്റേറ്റ്, മാട്ടുപ്പെട്ടി ഹൈറേഞ്ച് സ്കൂളിന് സമീപം എന്നിവിടങ്ങളിലാണ് നിരീക്ഷണത്തിനായി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത്. അടുത്ത നാളുകളിൽ കടുവയുടെ ആക്രമണവും സാന്നിധ്യവും കണ്ടെത്തിയതിനെ തുടർന്നാണ് വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത്. മൂന്നാർ ഗുണ്ടുമല മാട്ടുപ്പെട്ടി റോഡിലെ ഹൈറേഞ്ച് സ്കൂളിന് സമീപത്തുമായിട്ടാണ് 4 ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത്. പ്രദേശത്ത് കടുവയെ നാട്ടുകാർ കാണുകയും ഒപ്പം 3 പശുക്കളെ കടുവ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. പശുവിനെ ആക്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നാട്ടുകാർ പരാതി ഉന്നയിച്ചതോടെ വനംവകുപ്പ് നടപടികൾ സ്വീകരിച്ചത്. ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ S. ബിജു പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മൂന്നാർ റേഞ്ചിന്റെ പരിധിയിൽ ഗുണ്ടുമല ഭാഗത്തും അതുപോലെ ഹൈറേഞ്ച് സ്കൂളിന് സമീപത്തും കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് പൊതുജനങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഈ 2 സ്ഥലങ്ങളിലും നമ്മൾ 4 ക്യാമറ ട്രാപ്പുകൾ ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളിലെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇനി തുടർ നടപടികൾ സ്വീകരിക്കും. ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം തന്നെ വനംവകുപ്പ് മേഖലയിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. അതേസമയം നിരന്തരമായി വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും പശുക്കളെ നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ് തോട്ടം തൊഴിലാളികൾ. സിറ്റി വിഷൻ മൂന്നാർ. കല്ലാർ മാങ്കുളം റോഡിൽ മാങ്കുളം വിരിപ്പാറയ്ക്ക് സമീപം വാഹനാപകടം. വിനോദസഞ്ചാരികളുമായി എത്തിയ മിനി ബസ് പാതയോരത്തേക്ക് മറിഞ്ഞു. നിരവധി വിനോദസഞ്ചാരികൾക്ക് പരിക്കു സംഭവിച്ചു. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കല്ലാർ മാങ്കുളം റോഡിൽ വിരിപ്പാറയ്ക്കും കൈനഗിരിക്കുമിടയിലാണ് അപകടം സംഭവിച്ചത്. ഇറക്കമിറങ്ങി വരുന്നതിനിടയിൽ മിനി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട പാതയോരത്തേക്ക് തന്നെ മറിയുകയായിരുന്നു. അപകടമുണ്ടായ ഉടൻ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. വാഹനത്തിലുണ്ടായിരുന്ന നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയാണ് ഇവരെ പുറത്തെടുത്തത്. കൈനഗിരി മുതൽ റോഡിൽ കൊടും വളവുകളും കുത്തിറക്കവുമാണ്. ഈ ഇറക്കം അവസാനിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ വാഹനങ്ങളിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇടുക്കി ശാന്തമ്പാറ ശങ്കരപാണ്ഡ്യൻമെട്ടിലെ അനധികൃത നിർമ്മാണത്തിൽ നടപടി ആവശ്യപ്പെട്ട പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകി. ചെങ്കുത്തായ കുന്നിടിച്ച് നടത്തുന്ന നിർമ്മാണത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയാണ് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുന്നതെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി K. ബുൾബേന്ദ്രൻ പറഞ്ഞു. ചൊക്രമുടിയെ മുറിച്ചുവിറ്റ കയ്യേറ്റ മാഫിയയാണ് നിലവിൽ ശങ്കരപാണ്ഡ്യൻമെട്ടിലും കടന്നുകൂടിയിരിക്കുന്നത്. ചെങ്കുത്തായ മലമേഖലയിലേക്ക് JCB ഉപയോഗിച്ചാണ് വഴി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിസ്ഥിതി സംഘടന രംഗത്തെത്തിയിരിക്കുന്നത്. ഒരുവിധ അനുമതിയുമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയെങ്കിലും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. മേഖലയിൽ പട്ടയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും
നിയമത്തെ കാറ്റിൽ പറത്തിയുള്ള അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ഇടുക്കി ജില്ലാ കളക്ടർ, വിജിലൻസ് ഡയറക്ടർ, റവന്യൂ വകുപ്പ് മന്ത്രി, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എന്നിവിടങ്ങളിൽ പരാതി നൽകി. ഇവിടെ പട്ടയം ചില സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും ഈ പട്ടയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പട്ടയത്തിൽ തന്നെ നിബന്ധനാ പട്ടയം ആണ്. അവിടെ ചെറിയ വീടുകൾ മാത്രമേ പണിയാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിബന്ധനാ പട്ടയങ്ങൾ. ഇതിന് ചെറിയ വീടിൻ്റെ പെർമിറ്റ് ഇവർ സമ്പാദിക്കുകയും അതിനുശേഷമാണ് ഈ ഒരു പെർമിറ്റിൻ്റെ മറവിൽ അവർ വലിയ റിസോർട്ടുകൾക്കായി ഇത് ഫ്ലോട്ടുകൾ തിരിച്ച് വലിയ റിസോർട്ടുകൾ ഇവിടെ വരുന്നത്. റോഡ് വെട്ടിയിട്ടും റവന്യൂ ഉദ്യോഗസ്ഥർ അനങ്ങിയിട്ടില്ല. അവർ ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നത്. ഞങ്ങൾ ഗ്രീൻ കെയർ കേരള പരാതി കിട്ടിയതിനെ തുടർന്ന് അവിടെ വീണ്ടും ചെന്ന് അന്വേഷിച്ചപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്താലാണ് ഈ മാഫിയ ഇവിടെ വന്ന് ഈ നാശം വിതയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നാട്ടിലുള്ളവർക്ക് വീട് വെക്കുവാൻ പോലും വലിയ പ്രതിസന്ധി നേരിടുന്നിടത്താണ് ചൊക്രമുടിയിലെ കയ്യേറ്റം കണ്ടെത്തി തടഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ ശങ്കരപാണ്ഡ്യൻ മെട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ശക്തമായ നിയമ പോരാട്ടം തുടരുമെന്നും കെ ബുൾബേന്ദ്രൻ വ്യക്തമാക്കി. സിറ്റി വിഷൻ, പൂപ്പാറ. ജനാധിപത്യ സംവിധാനം അതനുസരിച്ച ഭരണാധികാരികൾ പ്രവർത്തിക്കണം. അതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് ഉടുമ്പൻചോല MLA MM മണി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യം സംവിധാനമനുസരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികളും പ്രവർത്തിക്കണം. അതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് ഉടുമ്പൻചോല MLA MM മണി പറഞ്ഞു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ സംവിധാനം ഉറപ്പു ചെയ്തുകൊണ്ട് നടപ്പിലാക്കുക. അതാണ് ജനാധിപത്യം. അല്ലാതെ ഭരണാധികാരത്തിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി, കേന്ദ്ര ഗവൺമെന്റ്, അല്ലെ സംസ്ഥാന മുഖ്യമന്ത്രി, അല്ലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് അവിടെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തല്ല ഇന്ത്യയെ നിലനിൽക്കുന്ന പാർലമെന്ററി ഡെമോക്രസിയുമായി കർമ്മസത്യ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കണം. അതാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള മാർഗമെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തുകളും കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പദ്ധതികളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനുമായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന വികസന സദസ്സിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് വികസന സദസ്സ് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിത്യ സെലിൻ, പഞ്ചായത്ത് സെക്രട്ടറി ഡി തുളസീധരൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സേനാപതി ശശി, ജനപ്രതിനിധികളായ NR ജയൻ, PT മുരുകൻ, KC രാജു, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി ജോസഫ്, HNL അസിസ്റ്റന്റ് മാനേജർ അയ്യപ്പൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KC ഗിരീഷ് കുമാർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന പദ്ധതികളുടെ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. സിറ്റി വിഷൻ, പൂപ്പാറ. കുറ്റവിചാരണ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി നയിക്കുന്ന കുറ്റവിചാരണ വാഹനജാഥയുടെ ഉദ്ഘാടനം രാജാക്കാട് പഴയവടുതിയിൽ KPCC മെമ്പർ R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് മുല്ലക്കാനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക, ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, ഉപയോഗശൂന്യമായ മാലിന്യ നിർമ്മാണ പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുക, കുടിവെള്ള പദ്ധതിയിലെ അഴിമതി അവസാനിപ്പിക്കുക, നിർമ്മാണമാരംഭിച്ച് 5 വർഷമായിട്ടും പൂർത്തീകരിക്കാത്ത പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും
വികസന മുരടിപ്പിനുമെതിരെയാണ് കുറ്റവിചാരണ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. രാജാക്കാട് പഴയവടുതിയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം KPCC മെമ്പർ R. ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് പഞ്ചായത്തിൽ LDFന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അജണ്ടയാണ് നടപ്പിലാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനാണ് എങ്കിൽ പാർട്ടി പറയുന്ന നിർദ്ദേശങ്ങൾ, പാർട്ടി അജണ്ട നടപ്പാക്കുന്ന ഒരു സാഹചര്യമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനുള്ള വേദനാജനകമായ കാര്യങ്ങൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പ്രതിപക്ഷത്തിന്റെ മെമ്പർമാരുണ്ട്, അവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം വിയോജനക്കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. UDF നിയോജക മണ്ഡലം കൺവീനർ ബെന്നി തുണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ ജോഷി കന്യാകുടിക്ക് പ്രവർത്തകർ സ്വീകരണം നൽകി. കിങ്ങിണി രാജേന്ദ്രൻ ബ്ലോക്ക് മെമ്പർ, അഷ്റഫ് തണ്ടക്കാലായിൽ വാർഡ് പ്രസിഡന്റ്, ജോസ് മാവറ, തോമസ് വിവി വെട്ടത്ത്, കിങ്ങിണി രാജേന്ദ്രൻ, സുജിത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ്, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, ജാഥ കോഓർഡിനേറ്റർ ബാബു കൊച്ചുപുരയ്ക്കൽ, പഞ്ചായത്ത് മേയർമാർ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത് രാജാക്കാട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച വാഹന പ്രചാരണ ജാഥ വൈകിട്ട് രാജാക്കാട് ടൗണിൽ സമാപിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. മുണ്ടിയരുമ, തൂക്കുപാലം, കൂട്ടാർ, ബാലഗ്രാം, ആനവിലാസം, കുമളി, 1-ാം മൈൽ മേഖലകളിൽ വെള്ളപ്പൊക്കം മൂലവും ഉരുളുപൊട്ടിയും വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആനവിലാസത്ത് ഉരുൾപൊട്ടി 8 കടകൾക്കും വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. കോട്ടാർ, ബാലഗ്രാം, തൂക്കുപാലം, മുണ്ടിയരുമ എന്നിവിടങ്ങളിൽ 25ഓളം കടകളിൽ വെള്ളവും ചെളിയും കയറി വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ചില കടകൾ പൂർണ്ണമായി വെള്ളം കയറി നശിച്ചു. വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങളിൽ ജില്ലാ ഭാരവാഹികൾ സന്ദർശനം നടത്തി. കൂട്ടാറ്, ബാലഗ്രാം, തൂക്കുപാലം, മുണ്ടിയരുമ, കല്ലാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിലും വെള്ളപ്പാച്ചിലിലും ഏതാണ്ട് 25ഓളം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ട്. പണ്ടൊക്കെ വ്യാപാര സ്ഥാപനങ്ങളിൽ കഷ്ടിച്ച് ഒന്ന് വെള്ളം കയറിയ സാഹചര്യമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ ഏതാണ്ട് കടയുടെ 3/4 ഭാഗത്തോളം വെള്ളം കയറി വളരെ സമയമെടുത്താണ് ഈ വെള്ളം ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നുണ്ടായ വെള്ളപ്പാച്ചിലായതുകൊണ്ട് കാര്യമായി സാധനങ്ങളൊന്നും എടുത്തു മാറ്റുന്നതിനോ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനോ കട ഉടമകൾക്ക് കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ഇത്തരം സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം വെള്ളപ്പൊക്കങ്ങളിലും നാശനഷ്ടം സംഭവിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാധാരണഗതിയിലെ ഇത്തരം അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചാൽ സർക്കാർ നഷ്ടപരിഹാരം നൽകും. പക്ഷേ വ്യാപാര സ്ഥാപനങ്ങളെ പാടെ അവഗണിക്കുകയാണ്. സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ നികുതി പണമായി നൽകി ഉദ്യോഗസ്ഥന്മാരെ അടക്കമുള്ള ആളുകളെ തീറ്റിപ്പോറ്റുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അടയ്ക്കുന്ന GST അടക്കമുള്ള നികുതികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നികുതിദായകരായ അത്തരം ആളുകളെ സഹായിക്കുന്നതിനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അടിയന്തരമായി ഈ മേഖലകളിൽ സഹായമെത്തിക്കണം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇടപെട്ടിട്ടുണ്ടെന്ന് ഉടുമ്പൻചോല MLA MM മണി. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ വികസന പ്രവർത്തനങ്ങളെല്ലാം ആയി എന്ന് പറയുന്നില്ല. ഭാവിയിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ, അത് A ആണെങ്കിലും B ആണെങ്കിലും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. അങ്ങനെ നമ്മുടെ സമൂഹത്തിന് പുരോഗതി ഉറപ്പാക്കണമെന്നും ഉടുമ്പൻചോല MLA MM മണി രാജകുമാരി നോർത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി
പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ഇടപെട്ടിട്ടുണ്ടെന്നും കാര്യം അഭിമാനപൂർവ്വം പറയാൻ ഞാൻ അവസരം വിനിയോഗിക്കുക. ഇതുകൊണ്ട് ഇവിടെ എല്ലാവരെയും കൊണ്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഭാവിയെ വീണ്ടും പൊതുപ്രവർത്തക രംഗത്ത് നിൽക്കുന്നവർ അത് ആരാണെങ്കിലും എ ആണെങ്കിലും ബി ആണെങ്കിലും അത് നടപ്പിലാക്കണം. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതി ഉറപ്പാക്കുക. എത്രയോ മുന്നേറി ഒരു പതിറ്റാണ്ട്, ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം നോക്കിയാൽ ഈ പഞ്ചായത്തുകൾ മുന്നേറ്റം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തുകളും കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പദ്ധതികളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനുമായി രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന വികസന സദസ്സിൽ ഉടുമ്പൻചോല MLA MM മണി വികസന സദസ് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, MB ശ്രീകുമാർ, MN ഹരിക്കുട്ടൻ, പോൾ പരുത്തിപ്പിള്ളി, KK തങ്കച്ചൻ, P രവി, AP വർഗീസ്, റോയി, ബിനി ജോസ്, ജനപ്രതിനിധികളായ KJ സിജു, അജേഷ് മുകളേൽ, P രാജാറാം, ആശ സന്തോഷ്, A ചിത്ര, വിമലാദേവി, P കുമരേശൻ, സോളി സിബി, M ഈശ്വരൻ, ബെന്നി ആന്റണി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ VV കുര്യാക്കോസ്, PJ ജോൺസൺ, പീതാംബരൻ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. ഡോക്യുമെന്ററി പ്രദർശനവും നടത്തി. തുടർന്ന് നടന്ന ചർച്ചയിൽ ടൂറിസം പ്രോത്സാഹനത്തിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ രാജകുമാരി. ഇനി നോക്കാം താരത്തിളക്കം. കല്ലുകൾ കെട്ടുന്ന ഈ കൈകളിൽ ചെണ്ടയും വഴങ്ങും. ഇടുക്കി രാജകുമാരി നടുമറ്റം സ്വദേശിയായ അപ്പച്ചാപ്പറമ്പിൽ ഷൈൻ 40 വർഷമായി ചെണ്ടയിൽ വിസ്മയമുണർത്തുന്ന കലാകാരനാണ്. ഉപജീവനമാർഗമാകട്ടെ കൽപ്പണിയുൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണ ജോലികളും. നൂറുകണക്കിന് ശിഷ്യഗണങ്ങളുള്ള ഒരു ചെണ്ടവിദ്വാനാണ് രാജകുമാരി നടുമറ്റത്തെ ഷൈനാശാൻ. കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്സവവേളകളിലും പെരുന്നാളുകളിലും ചെണ്ടമേളം നയിക്കുന്ന ഈ കലാകാരൻ ചെണ്ടയിൽ വിസ്മയം തീർത്ത ആസ്വാദകർക്ക് ഹരം പകരും. രാജാക്കാട്ടിലെ ശ്രുതിലയ കലാസമിതി എന്ന ട്രൂപ്പും ഇദ്ദേഹത്തിനുണ്ട്. നാൽപ്പത് വർഷത്തോളമായി ചെണ്ടമേളവും 26 വർഷമായി മേസ്തിരിപ്പണിയും ഒരുമിച്ച് കൊണ്ടുപോയി നടക്കുകയാണ് ഞാൻ. ജീവിതത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇപ്പോഴും ചെറുപ്പകാലങ്ങളിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്നൊരു മനുഷ്യനാണ് ഞാൻ. കലയും ഈ ഉപജീവനമാർഗമായ മേസ്തിരിപ്പണി ഒരുമിച്ച് കൊണ്ടുപോയി നടക്കുന്നു. ഞാൻ ഏകദേശം ഇപ്പോൾ 100 ശിഷ്യന്മാരടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. 20 വർഷമായി സ്വന്തം ടീമായിട്ട്. ഷൈനാശാന്റെ ഉപജീവനമാർഗം മേസ്തിരി ജോലിയാണ്. കെട്ടിട നിർമ്മാണ ജോലികളിൽ 1/4 നൂറ്റാണ്ട് കാലമായി മുഴുകുന്നു. കലയും അധ്വാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിന് ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ഭൂതകാലമുണ്ടായിരുന്നു. പരമ്പരാഗത കലാകുടുംബത്തിലായിരുന്നു ജനനം. ബാല്യത്തിൽ തന്നെ ചെണ്ട അഭ്യസിച്ചു. 40 വർഷമായി ഈ രംഗത്തുണ്ട്. ഉത്സവ പെരുന്നാൾ സീസൺ കാലങ്ങളിൽ ചെണ്ടമേളത്തിന് പോകാറുണ്ടെങ്കിലും ഉപജീവനത്തിനായി തെരഞ്ഞെടുത്ത തൊഴിലാണ് മേസ്തിരി ജോലികൾ. ഏറെ അധ്വാനം വേണ്ടിവരുന്ന തന്റെ ജോലിക്കിടയിലും കലയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനും ഷൈനാശാൻ തയ്യാറാകുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം. സിറ്റി വിഷൻ രാജാക്കാട്.
CPIM രാജാക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി പൂർത്തീകരിച്ച് സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു. പ്ലാസ്റ്റിക് ഷെഡിൽ കഴിഞ്ഞിരുന്ന മമ്മട്ടിക്കാനം സ്വദേശി കറുപ്പൻതറയിൽ ജയമോൾക്കും കുടുംബത്തിനുമാണ് CPIM രാജാക്കാട് ലോക്കൽ കമ്മിറ്റി കരുതലിന്റെ തണലൊരുക്കിയത്. പൊതുജനങ്ങളുടെ അടക്കം സഹകരണത്തോടെയാണ് സ്നേഹവീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു. CPIM സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇതേ നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. വീടില്ലാതെ ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ അടച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുന്നുവെന്നും CV വർഗീസ് പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതി എന്ന തീരുമാനം അംഗീകരിച്ചു. അതിന്റെ ഭാഗമായി 1 പഞ്ചായത്തുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പണവിഹിതം, 2 സന്നദ്ധ സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായങ്ങൾ, അങ്ങനെയാണ് വീട് നിർമ്മിക്കുക എന്നതാണ് ഗവൺമെന്റ് കണ്ടത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം 2005 ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ CPIMനുള്ളത്. ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് എന്ന രൂപത്തിൽ നിർമ്മിച്ചു നൽകണമെന്ന ആശയം മുന്നോട്ട് വെക്കുകയും ഭാവി പരിപാടി അംഗീകരിക്കുകയും ചെയ്തത് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനമാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിൽ 80ഓളം വരുന്ന വീടുകൾ ഇപ്പോൾ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാൻ സാധിക്കുന്നുവെന്ന സന്തോഷത്തോടെയാണ് കുടുംബം അടുപ്പിൽ തീ പകർന്നത്. രാവിലെ MLA MM മണി വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NV ബേബി, VA കുഞ്ഞുമോൻ, MN ഹരിക്കുട്ടൻ, ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ, വീട് നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ MS സതി, കൺവീനർ PA വിജയൻ, മറ്റ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ചെറിയൊരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് എം രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. രാജകുമാരിയിൽ നടന്ന കൺവെൻഷനും പൊതുസമ്മേളനവും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്തു.
വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസ് എം കൺവെൻഷനുകളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിച്ചു വരുന്നത്. മണ്ഡലം കമ്മിറ്റികളുടെയും വാർഡ് തല കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും കർഷക സംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കൺവെൻഷനും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷനും തുടർന്ന് രാജകുമാരി ടൗണിൽ പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കേരള സംസ്ഥാനത്തൊട്ടാകെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നൊരുക്കം എന്നുള്ള നിലയിൽ പാർട്ടി വാർഡ് തലത്തിലും മണ്ഡലം തലങ്ങളിലും പാർട്ടിയുടെ എല്ലാ പ്രദേശങ്ങളിലും നിന്നുള്ള പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൺവെൻഷനുകൾ ജില്ലയിൽ ഒട്ടാകെ എല്ലാ പഞ്ചായത്തുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തീയതി അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജില്ലയിലെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലെയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ് മണ്ഡല തലങ്ങളിലുള്ള കൺവെൻഷനുകൾ പൂർത്തിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് വൈകുന്നേരം പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ആറ്റുപുറം, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ, ഷാജി വയലിൽ, സണ്ണി ചെറുകുന്നം, വർഗീസ് നന്മനാലിൽ, വിപിൻ സി അഗസ്റ്റിൻ, ബ്രീസ് മുല്ലൂർ, ജെയ്സൺ ചൂടമാനിയിൽ, പീറ്റർ അങ്ങാടിയത്ത്, ടോമി ചൂടമാനിയിൽ, സോളി സിബി, ഷിബു ചൂടമാനിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി. ലഹരിവിരുദ്ധ ബോധവൽക്കരണവുമായി ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ട്രൈബൽ LP സ്കൂൾ കുട്ടികളിൽ ലഹരിക്കെതിരായ അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം ഇടമലക്കുടിയെ ലഹരിമുക്തമാക്കി സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തിവരുന്നത്. പ്രധാന അധ്യാപകൻ ഷിബു KVയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസുകൾ, റാലികൾ, പോസ്റ്റർ തയ്യാറാക്കൽ, ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തെരുവ് നാടകം എന്നിവയാണ് കുട്ടികൾ സംഘടിപ്പിക്കുന്നത്. ഗോത്രവർഗ മേഖലയിലെ വലിയ പിന്തുണയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നതെന്നും പ്രധാന അധ്യാപകൻ ഷിബു KV പറഞ്ഞു. മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും എല്ലാം അടിക്കടി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ബോധവൽക്കരണമായി ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂൾ ഇടമലക്കുടി നീങ്ങിയിരിക്കുകയാണ്. വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ബോധവൽക്കരണത്തിന് ആയിട്ടുള്ള റാലി, സെമിനാറുകൾ, പോസ്റ്റർ രചന, തെരുവ് നാടകം ഇതെല്ലാം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കുടിയിലെ മുഴുവൻ ആളുകളെയും ഇതിൽ നിന്നുള്ള ഒരു മോചനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് നല്ല സഹകരണമാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ നല്ല അവബോധം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ നല്ല പൗരന്മാരായി വളർത്താൻ ഈ പ്രവർത്തനം സഹായിക്കുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇടുക്കി ഡിസ്ട്രിക്ട് ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ 3ാമത് വാർഷിക പൊതുയോഗം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘടനയിലെ അംഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന കുടുംബ സുരക്ഷാ നിധിയുടെ വിതരണം ചടങ്ങിൽ നിർവഹിച്ചു. അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇടുക്കി ഡിസ്ട്രിക്ട് ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ 3ാമത് വാർഷിക പൊതുയോഗം നടന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം. നവംബർ 1-ാം തീയതി തന്നെ എല്ലാ സ്ഥലത്തും ഇത് നടത്തണം. കേരള പിറവി ദിനത്തിൽ തന്നെ ഇതെല്ലാം നമ്മുടെ ബെസ്റ്റ് യൂണിറ്റ് നിശ്ചയിക്കുന്ന ആ സമയത്ത് പരിഗണിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ബെസ്റ്റ് യൂണിറ്റിന് മാരിയിൽ കൃഷ്ണൻ നായർ അവാർഡ് 50,000 രൂപ 1-ാം സ്ഥാനത്തിനും 25,000 രൂപ 2-ാം സ്ഥാനത്തിനും കൊടുക്കാൻ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വാർഷിക പൊതുയോഗത്തിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നവംബർ 1-ാം തീയതി ശുചീകരണ ദിനമായി നിങ്ങളെല്ലാവരും ആചരിക്കണം.
സംഘടനയുടെ കീഴിലുള്ള അംഗങ്ങൾക്ക് രോഗത്തെ തുടർന്നോ അപകടം മൂലമോ സംഭവിക്കാവുന്ന ചികിത്സാ ചെലവുകൾക്കും മരണം സംഭവിച്ചാൽ ആ കുടുംബത്തിനുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് വെൽഫെയർ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. വെൽഫെയർ സൊസൈറ്റി അംഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന കുടുംബ സുരക്ഷാ നിധിയുടെ വിതരണവും ചടങ്ങിൽ നടന്നു. മരണപ്പെട്ട 10 അംഗങ്ങളുടെ അവകാശികൾക്ക് 6.5 ലക്ഷം രൂപയുടെ കുടുംബ സുരക്ഷാ നിധിയാണ് കൈമാറിയത്. ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ ഡയസ് ജോസ് അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി വൈസ് ചെയർമാൻ KR വിനോദ്, സെക്രട്ടറി തങ്കച്ചൻ കോട്ടയ്ക്കകം, ട്രഷറർ സിബി കൊച്ചുവെള്ളാട്ട്, ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ, R രമേശ്, VS ബിജു എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ ചില ആശുപത്രികളിൽ സൊസൈറ്റി അംഗങ്ങൾക്കുള്ള ചികിത്സാ ഡിസ്കൗണ്ട് പദ്ധതിയുടെ ധാരണാപത്രം ആശുപത്രി അധികൃതർ സൊസൈറ്റി ചെയർമാന് ചടങ്ങിൽ കൈമാറി. സിറ്റി വിഷൻ, അടിമാലി. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സംരംഭക സർട്ടിഫിക്കറ്റുകൾ വിതരണം നടത്തി. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന് കീഴിലുള്ള വിജയകരമായി മുന്നോട്ടു പോകുന്ന വിവിധ സംരംഭങ്ങൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം നടത്തിയത്. രാജാക്കാട് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ CDS ചെയർപേഴ്സൺ KP വത്സ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. സർട്ടിഫിക്കറ്റ് മാത്രം കൈ മേടിച്ച് വെച്ച് സംരംഭം ഒരു പേരിന് മാത്രം ഈ എംപ്ലോ ഉണ്ടെങ്കിൽ ഒരു സംരംഭമായി എന്ന് നിങ്ങൾ കണക്കാക്കരുത്. നിങ്ങൾക്ക് സ്വയം തൊഴിൽ, നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്ന ഒരു ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. ഇതിലിരിക്കുന്നവരെല്ലാവരും തന്നെ ഓരോ സംരംഭങ്ങളുള്ളവർ തന്നെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ തുടർന്ന് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പരിപാടിയിൽ പഞ്ചായത്തിൽ നിന്നുള്ള 72 സംരംഭകർ പങ്കെടുത്തു. CDS മെമ്പർമാരായ സുലഭ ഹരിദാസ്, ഷീല സിജു, ബിന്ദു സതീശൻ, ജാൻസി ഫ്രാൻസിസ്, ഇന്ദിര, മിനി ഷാജി, ഷാൻഡി ബിനോയ്, ഓമന വിജയകുമാർ, സിനി സന്തോഷ്, MEC അശ്വതി, ബ്ലോക്ക് കോർഡിനേറ്റർ അഞ്ജുമോൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജനയുടെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയ അമ്പാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്തെ വിഭവങ്ങളുടെ മികച്ച വിനിയോഗം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന. ജലസേചനത്തിന് കീഴിൽ കൃഷി ചെയ്യാവുന്ന പ്രദേശം വിപുലീകരിക്കുക, വെള്ളം പാഴാക്കുന്നത് കുറയ്ക്കാൻ, കൃഷിസ്ഥലത്തെ ജല ഉപയോഗ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജനയുടെ ഭാഗമായി ലക്ഷ്യമിട്ടിട്ടുള്ളത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജനയുടെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയ അമ്പാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് PMKSY പദ്ധതി. ഏതാണ്ട് 12.5 കോടി രൂപയാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത്, അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിക്കകത്ത് വിവിധങ്ങളായ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അടിമാലി പഞ്ചായത്തിൻ്റെ 23 വാർഡുകളിൽ വാട്ടർഷെഡ് ഏരിയ എന്ന് പറയുന്ന 18 വാർഡുകളിൽ പൂർണ്ണമായും വിവിധങ്ങളായ പദ്ധതികളാണ് ഈ സ്കീമിലൂടെ നടപ്പിലാക്കിയത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ജിഷ സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,995 രൂപ, പവന് 95,960 രൂപ, വെള്ളി ഗ്രാമിന് 190 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഇടുക്കി മൂന്നാറിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. ഗുണ്ടുമല എസ്റ്റേറ്റ്, മാട്ടുപ്പെട്ടി, ഹൈറേഞ്ച് സ്കൂളിന് സമീപം എന്നിവിടങ്ങളിലാണ് നിരീക്ഷണത്തിനായി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത്. ഇടുക്കി ശാന്തമ്പാറ ശങ്കരപാണ്ഡ്യൻമെട്ടിലെ അനധികൃത നിർമ്മാണത്തിൽ നടപടി ആവശ്യപ്പെട്ട പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകി. ജനാധിപത്യ സംവിധാനം അനുസരിച്ച് ഭരണാധികാരികൾ പ്രവർത്തിക്കണം, അതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് ഉടുമ്പൻചോല MLA MM മണി. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് MM മണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് കുറ്റവിചാരണ വാഹന പ്രചരണ ജാഥയുമായി കോൺഗ്രസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും കെടുകാര്യസ്ഥതയ്ക്ക് എതിരെയാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.